UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നാഹിയാന്റെ പാവന സ്മരണയിൽ അദ്ദേഹം നമ്മെ വിട്ടുപോയ ദിവസം രാജ്യം ജീവകാരുണ്യ ദിനാചരണം നടത്തിയിരുന്നു. ഈ വർഷം UAE ദാനവർഷമായും നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരം വേളയിൽ പരിശുദ്ധ റമദാൻ മാസത്തിൽ സ്വദേശികൾക്കൊപ്പം വിദേശികളും പങ്കുചേരുന്ന നന്മയുള്ള ഒരു വാർത്തയാണ് ഇനി. റമദാൻ മാസം മുഴുവനായും അബുദാബിയിലെ വിവിധ സ്ഥലങ്ങളിൽ അർഹരായവർക്ക് ഇഫ്താർ വിഭവവുമായി യാത്രകൾ നടത്തുന്ന ഒരു സംഘത്തെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. രണ്ടാമത് വർഷമാണ് റമദാനിൽ നോമ്പു തുറയ്ക്കായി ഇഫ്താർ വിഭവങ്ങളുമായി സംഘം യാത്ര ചെയ്യുന്നത്. അബുദാബിയിലെ കലാകൂട്ടായ്മയായ ഇഷൽ ബാൻഡാണ് റമദാൻ മാസം അബുദാബിയുടെ വിവിധ ലേബർ ക്യാമ്പുകളിൽ നോമ്പുതുറ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നത്. റമദാനിൽ അസർ നമസ്കാരത്തിന് ശേഷമാണ് സംഘത്തിന്റെ യാത്ര. അംഗങ്ങൾ ചേർന്ന് വീട്ടിൽ തന്നെ പാകം ചെയ്ത ഭക്ഷണവുമായി അബുദാബി അൽ ഖാത്തീം ഫാം ഹൌസിൽ ബെനിയാസ് ചൈന ക്യാമ്പിൽ നിന്നും ബസ് മാർഗം 500ഓളം തൊഴിലാളികളുമായും വേറിട്ട ഇഫ്താർ ഒരുക്കിയിരുന്നു. വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങൾ, കുട്ടികളും മുതിർന്നവരുമടങ്ങിയ സംഘത്തിന് വേറിട്ട അനുഭവം തന്നെയായിരുന്നു ഈ നോമ്പു തുറക്കൽ. പുതിയതും പഴയതുമായ വസ്ത്രങ്ങൾ, നോമ്പുതുറ വിഭവങ്ങൾ മാത്രമല്ല, പെരുന്നാളിനുള്ള വസ്ത്രങ്ങളും വീട്ടുസാധനങ്ങളും നൽകിയാണ് ഈ കൂട്ടായ്മ ഇഫ്താർ കഴിഞ്ഞ് മടങ്ങുന്നത്. ലേബർ ക്യാമ്പുകളിലെ അവസ്ഥ നാം ഏവർക്കും അറിയാവുന്നതാണ്. രാവിലെ ഇവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ തിരിച്ചെത്തുന്നു. നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമോ അതല്ലെങ്കിൽ അതിന് സമയമോ അവർക്കില്ല. ആയതുകൊണ്ട് തന്നെയാണ് ലേബർ ക്യാമ്പിലേക്ക് ഇഫ്താർ കിറ്റുകൾ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം ഇഷൽ ബാൻഡ് ഏറ്റെടുത്തത്. സാധാരണഗതിയിൽ നാം കാണുന്നതാണ് ആർഭാട നോമ്പ് തുറകൾ. ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ തീന്മേശകളിൽ നിരത്തി വെച്ച് അതെല്ലാം വേസ്റ്റാക്കുന്ന ഒരു സാഹചര്യം. അത്തരക്കാർക്ക് ഒരു സന്ദേശം എന്നോണമാണ് നാം ഈ ഒരു പദ്ധതി ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇത് നല്ല നിലയിൽ റമദാനിലെ 30 ദിവസവും നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഒരുപാട് സുമനസ്സുകളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ ഇഷൽ ബാൻഡിനെ ചെയ്യാൻ സാധിക്കുന്നത്. तो ये बहुत बढ़िया आपने जो ये सिस्टम बनाया है हम लोगों के लिए, तो बहुत ही बढ़िया है. घर जैसा लगता है, बिल्कुल घर जैसा लगता है. पता ही नहीं चलता कि हमने कोई प्रॉब्लम होगी इफ्तार की, भाग दौड़ करने की जरूरत ही नहीं पड़ती. बस आप दे देते और इफ्तार कर लेते हैं. हमारी दुआ है आपके साथ, बस आप इसी करते रहिए. बहुत बड़ा मेहरबानी भाई. पूरा रमजान आज 17-18 रमजान जाता है, आज 10-12 दिन है. इंशाल्लाह ये दिन सब दिन अल्लाह आप लोगों को बरकत देना, हयात देना. आना जाना कितना दूर से आप लोग तकलीफ से हम लोग के लिए इधर आता है. बहुत बड़ा मेहरबानी, बड़ा लाखों शुक्रिया. अल्हम्दुलिल्लाह, बहुत मेहरबानी है. കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യയിലെ നിരാലംബർക്കായി റമദാനിൽ വസ്ത്രശേഖരണവും പ്രവർത്തകർ നടത്തുന്നു. അബുദാബിയുടെ ഇതര ഭാഗങ്ങളിൽ നിന്നും സമാഹരിച്ച വസ്ത്രങ്ങൾ, ഭക്ഷണ സാധനങ്ങളെല്ലാം കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്ന സൊമാലിയൻ ജനതയ്ക്ക് നൽകുന്നതിന് വേണ്ടി എമിറേറ്റ്സ് റെഡ് ക്രസന്റിന് കൈമാറുകയും ചെയ്യുന്നുണ്ട് ഈ കൂട്ടായ്മ. ഏറ്റവും ദരിദ്രമായി നിൽക്കുന്ന സോമാലിയ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് ഈ റമദാനിൽ ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ വസ്ത്രങ്ങളും സമാഹരിച്ച് UAE റെഡ് ക്രസന്റ് സഹകരണത്തോടെ അത് അവർക്ക് കൈമാറാൻ സാധിച്ചു. അതിൽ ഇഷൽ ബാൻഡ് അബുദാബിക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. Usually when I come back from school, I just go to sleep or something. And in Ramadan, I do some other activities. But this year, I came for this charity and I'm really happy to be here. This year I'm very happy to participate in this iftar kit distribution. ഈ ലേബർ ക്യാമ്പിൽ അധിവസിക്കുന്ന വളരെ പാവപ്പെട്ടവരായ തൊഴിലാളികളുടെ അവരുടെ വിശപ്പിൻ്റെ അതല്ലെങ്കിൽ ദാഹത്തിൻ്റെ വിലയറിയുന്ന ഒരുപാട് സുമനസ്സുകളുടെ കാരുണ്യമാണ്. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ ശ്രമകരമായി അത് ഇവിടെ എത്തിച്ചു കൊടുത്ത് അവരുടെ കൂടെ അവരെ സന്തോഷിപ്പിച്ചയക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഷൽ ബാൻഡ് ഇത് 2ാം തവണയാണ് ഈ ലേബർ ക്യാമ്പുകളിൽ ഇതുപോലെ ഇഫ്താർ കിറ്റ് വിതരണം നടത്തിക്കൊണ്ടുപോകുന്നത്.
അതോടൊപ്പം തന്നെ നമ്മൾ ഫാം ഹൗസിൽ അവർക്ക് വേണ്ട ഇഫ്താർ നമ്മുടെ കൂടെ ഇരുത്തി അവരെ കഴിപ്പിക്കുകയും അവരോട് സന്തോഷം പങ്കിടുകയും ചെയ്തു. പിന്നെ ഇതിനു വേണ്ടി സഹകരിച്ച ഒരുപാട് നല്ലവരായ മനസ്സുകൾ, നല്ലവരായ മനുഷ്യർ, കരുണ പറ്റാത്ത മനുഷ്യർ ഇന്നും ഇവിടെയുണ്ട് എന്നുള്ളതിന് തെളിവുകളാണ് ഇത്തരം പ്രവർത്തികളിലൂടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. സേവനപാതയിൽ സമാനതകളില്ലാത്ത സേവനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ചെറിയ കലാകൂട്ടായ്മയായ ഇശൽ ബാൻഡ് പ്രവർത്തകർ മറ്റുള്ളവർക്ക് വലിയ മാതൃകയാവുകയാണ്. റംസാനോടനുബന്ധിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ ഇന്ത്യയിൽ നിന്നും ആളുകളെ ക്ഷണിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ക്ഷണം കിട്ടിയ 2 പേരുണ്ട്. 2 പേരും മലയാളികൾ. അതിൽ ഒരാൾ മുൻ രാജ്യസഭാ MP വാഗ്മിയുമായ അബ്ദുസ്സമദ് സമദാനിയാണ്. അദ്ദേഹം പ്രസിഡന്റ് ക്ഷണപ്രകാരമാണ് അബുദാബിയിലെത്തിയത്. മറ്റൊരാൾ SYSന്റെ സംസ്ഥാന സെക്രട്ടറിയും കാരന്തൂസ് മാർക്കസിന്റെ ഡയറക്ടറുമായ ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരിയാണ്. 2 പേരും UAE വിവിധയിടങ്ങളിൽ റംസാനോടനുബന്ധിച്ച് പ്രസംഗങ്ങൾ നടത്തി. ഈ 2 പേരുടെയും സന്ദർശന വിശേഷങ്ങളാണ് ഇനി. പരിശുദ്ധ റംസാൻ മാസത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും UAEയിലേക്ക് അതിഥികളായി പണ്ഡിതരെ ക്ഷണിക്കാറുണ്ട്. പ്രസിഡൻഷ്യൽ കാര്യ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ ഔഖാഫ് തയ്യാറാക്കുന്ന പരിപാടികളിൽ പ്രഭാഷണം നടത്തുന്നതിനും ക്ലാസ് എടുക്കുന്നതിനുമായാണ് എല്ലാ വർഷവും റംസാനിൽ മതപണ്ഡിതരെ രാജ്യത്തേക്ക് ക്ഷണിക്കുന്നത്. അബ്ദുൽ സമദ് സമദാനിയും ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരിയുമാണ് ഇത്തവണ കേരളത്തിൽ നിന്നും അബുദാബിയിലേക്ക് അതിഥികളായി എത്തിയ പണ്ഡിതർ. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ അതിഥികളായി എത്തിയ മതപണ്ഡിതരെ അബുദാബി കിരീടാവകാശിയും UAE സായുധ സേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് അൽബത്തീൻ കൊട്ടാരത്തിൽ സ്വീകരിച്ചത്. പണ്ഡിതൻ, പ്രഭാഷകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിൽ ഖ്യാതി നേടിയ വ്യക്തിത്വമാണ് സമദാനി. UAEയിൽ വർഷം തോറും നടക്കുന്ന ഈ പണ്ഡിത സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് വളരെ അഭിമാനകരമാണ്, വളരെ അവിസ്മരണീയമായിട്ടുള്ള ഒരു അനുഭവം കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ 2 രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയും UAEയും തമ്മിലുള്ള സൗഹൃദ ബന്ധം, ആ ബന്ധം ഇങ്ങനെ ദിനം പ്രതി ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുന്ന സാഹചര്യത്തിൽ വളരെയേറെ സന്തോഷമുളവാക്കുന്ന സന്ദർഭങ്ങളാണ് ഈ ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. യുവ പണ്ഡിതൻ, വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തകൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന അബ്ദുൽ ഹക്കീം അസ്ഹരി നിരവധി പുസ്തകങ്ങളുടെയും ആനുകാലികങ്ങളുടെയും രചയിതാവ് കൂടിയാണ്. 21ാമത് ദുബായ് ഹോളി ഖുറാൻ അവാർഡിലെ മലയാള പ്രഭാഷണങ്ങൾക്കായും കേരളത്തിൽ നിന്നും പണ്ഡിതർ എത്തിയിരുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറിയും മലപ്പുറം മഅദീൻ ചെയർമാനുമായ സെയ്ദ് ഇബ്രാഹിം ഖലീൽ ബുഹാരി എന്നീ പണ്ഡിതരാണ് എത്തിയത്. നോമ്പ് വലിയൊരു അനുഭവമാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ പങ്കുവയ്ക്കുന്ന ആത്മീയ അനുഭവം. ആ നോമ്പിൻ്റെ അനുഭവം പകർന്നാണ് വിശ്വാസികൾ പെരുന്നാളിലേക്ക് കടക്കുന്നത്. ആ പെരുന്നാൾ ആഘോഷത്തിൽ നമുക്ക് പങ്കുചേരാം. അറേബ്യൻ സ്റ്റോറീസിൻ്റെ മുൻ എപ്പിസോഡുകൾ കാണാൻ www.മാതൃഭൂമി.com/TV സന്ദർശിക്കുക. യൂട്യൂബിലും നമ്മുടെ അറേബ്യൻ സ്റ്റോറീസിൻ്റെ അധ്യായങ്ങൾ ലഭ്യമാണ്. എല്ലാവർക്കും നന്മകൾ മാത്രം നേരുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.